ജനങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ സഞ്ചാര സൗകര്യങ്ങൾ ഒരുങ്ങുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദേശീയപാത ഒരു കാഴ്ച വസ്തുവല്ല. ദേശീയപാത സഞ്ചാരത്തിന് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. സഞ്ചാരം എന്നാൽ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ഒരിടത്തേക്ക് എത്തിപ്പെടുന്നതിനും ഇപ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി സഞ്ചാരം സുഗമമാക്കുന്നതിനും ആണ് ദേശീയപാതയ്ക്ക് വികസനം ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് എന്ന് പറഞ്ഞത്. സാധാരണ നമുക്ക് പരിചിതമായിരുന്ന 2 ലൈന് പകരമായി 6 ലൈൻ ദേശീയപാത വരുമ്പോൾ വാഹനത്തിൻ്റെ ഗതാഗത കുരുക്കില്ലാണ്ട് വളരെ ദൂരങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ആളുകൾക്ക് സഹായകമായി തീരുന്നതിലേക്ക്. അപ്പോൾ സഞ്ചാരത്തിൻ്റെ സുഗമമായ സഞ്ചാരം എന്നുള്ളത് ദേശീയപാത നിർമ്മാണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാകുമ്പോൾ നമ്മുടെ ചേർത്തല റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലെത്തുമ്പോൾ സുഗമമായ സഞ്ചാരം എന്നുള്ളത് ഇവിടെ ഒരു വലിയ പ്രതിബന്ധമുണ്ടാവും തരത്തിലേക്ക് എത്തുകയാണ്. ദേശീയപാതയിലൂടെയുള്ള സഞ്ചാരം പോലെ തന്നെയാണ് മറ്റ് ഗതാഗത മാർഗങ്ങളെ ആശ്രയിക്കുന്നവർക്കും ദേശീയപാത സൗകര്യപ്രദമായി തീരേണ്ടത്. റെയിൽവേ സ്റ്റേഷനെ ആശ്രയിക്കുന്നവർക്ക് ദേശീയപാത ഒരു ബുദ്ധിമുട്ടായി മാറുന്ന തരത്തിലേക്ക് ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട നടപടികൾ എത്തുന്നു എന്നുള്ളത് അങ്ങേയറ്റം പ്രതിസന്ധി ഉണ്ടാക്കുന്ന, പ്രയാസമുളവാക്കുന്ന ഒരു കാര്യമാണ്. ഒരു ജനകീയ സമരം ഇവിടെ രൂപപ്പെടുന്ന തരത്തിലേക്ക് എത്തുക. ആ സമരത്തിൻ്റെ ഭാഗമായി ഇന്ന് അതിൻ്റെ 10ാമത്തെ ദിവസമാണ്. ആ 10ാമത്തെ ദിവസം നമ്മൾ ദീപങ്ങൾ തെളിയിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇരുട്ട് വ്യാപിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ വെളിച്ചം തെളിച്ചുകൊണ്ട് ഞങ്ങൾ ആ ഇരുട്ടിനെ പ്രതിരോധിക്കും എന്ന് ചേർത്തല പ്രഖ്യാപിക്കുന്നതാണ് ഇന്നത്തെ ഈ ദീപം തെളിയിക്കൽ സമരം എന്ന്. അതൊരു പ്രതീകാത്മകമായ സമരമാണ്. ഇവിടെ ഉണ്ടാവുന്നത് അപകടമുണ്ടായാൽ ഒരു കുടുംബത്തിലുണ്ടാവുന്ന എന്നേക്കുമായി ഒരു കുടുംബത്തിലുണ്ടാവുന്ന ഇരുട്ടായിരിക്കും. ഇവിടെ ഉണ്ടാകുന്ന ഓരോ ബുദ്ധിമുട്ടുകളും ഈ നാടിന് ഇരുട്ടിനെ നിറയ്ക്കുന്ന ഒന്നായിരിക്കും. നമ്മളെല്ലായിടത്തും വെളിച്ചത്തിലേക്ക് പോകുന്നയിടത്ത് ഇവിടെ ഇരുട്ട് വ്യാപിപ്പിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അതിനെ പ്രതിരോധിക്കും എന്ന് പ്രഖ്യാപിക്കലാണ് നമ്മുടെ ഈ സമരം. ഒരുപാട് വളർന്നു വരുന്ന ഒരു സാറ്റലൈറ്റ് നഗരമാണ് ചേർത്തല എന്ന് ഞാൻ പറയാതെ നമുക്കെല്ലാം അറിയാം. എറണാകുളവുമായിട്ടുള്ള സാമീപ്യം, അല്പം തെക്കോട്ട് മാറിയാൽ ആലപ്പുഴയുമായിട്ടുള്ള സാമീപ്യം, എല്ലാ നിലയിലും വളർന്നു വരുന്ന ഒരു നഗരം എന്ന നിലയിൽ ചേർത്തലയുടെ പൊതുവായ താല്പര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള സമീപനമാണ് നേരത്തെ രാജുവൊക്കെ സൂചിപ്പിച്ചതുപോലെ റെയിൽവേയുടെ ഭാഗത്തു നിന്നും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഈ ഹൈവേയിലെ വികസനവുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങളിൽ AC കനാല് പുനർജീവിപ്പിച്ച് അവിടെ ഒരു മേൽപ്പാത വരണമെന്ന ആവശ്യവുമായിട്ട് അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ കോയിക്കൽ സാറും ശിവപിള്ളയും കൂടെ എന്നെ വന്ന് കണ്ടത് ഞാൻ ഓർക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ പേപ്പർ വർക്കുകൾ നീക്കാനായിട്ട് കുറേ കാര്യങ്ങൾ അവരെ സഹായിക്കാനായിട്ട് എനിക്ക് സാധിക്കും. അന്ന് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇതിന് സംബന്ധമായിട്ടുള്ള റെപ്രസെൻറ്റേഷൻസ് എല്ലാം വേണ്ട സ്ഥലങ്ങളിൽ യഥാസമയം നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ എല്ലാം കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഏത് വിധേനയും ഒരു പൊടിയിടുന്ന മാർഗങ്ങളിലൂടെ ഇവിടുത്തെ പണികൾ അവസാനിപ്പിച്ച് മുന്നോട്ട് പോകുവാനുള്ള സമീപനമാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന്. റെയിൽവേയുടെ ഭാഗത്തുനിന്ന് സ്വീകരിച്ചിട്ടുള്ള നിലപാട് ഏതർത്ഥത്തിൽ ചിന്തിച്ചാലും അത് തീർത്തും പ്രതിഷേധാർഹമാണ്. ചേർത്തല റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിന്